ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള കറൻറ്റ് തോട്ട്സ് എന്താണെന്ന്. എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ശരിക്കും വലിയൊരു പ്രചോദനം നൽകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട റീഡിങ്ങുകൾ ഇവിടെ ആവശ്യപ്പെടുക. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വ്യക്തിപരമായും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്ങിൽ നിന്നേ സാധിക്കുകയുള്ളൂ. ഇത് ജനറൽ റീഡിംഗ് ആണ്. പലരുടെയും എനർജി കയറി വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് എന്ന്. പക്ഷേ എന്നാൽ നിങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് തോട്ട്സ്? വളരെ നല്ല തോട്ട്സാണ് കേട്ടോ അവരുടേത്. അവർ നിങ്ങളെ വലിയ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് കാണുന്നത്. ഒരു ഭയങ്കരമായി ഡിവൈൻ അനുഗ്രഹമുള്ള ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു വ്യക്തിയായിട്ട്, ശരിക്കും ഉള്ളംകൈയിൽ കൊണ്ടു നടക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും ചേർത്ത് പിടിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു എന്നും അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഇതായിരുന്നു അവരുടെ പൂർണ്ണത, ഇതായിരുന്നു അവർക്ക് അർഹമായത്, ഇത് തന്നെ ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്ന അവരാഗ്രഹിച്ചിരുന്നതെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു പഴയ കാലം അത്രത്തോളം ബ്ലെസ്സിങ്സും ഹാപ്പിനെസ്സും സന്തോഷവും നിറഞ്ഞതായിരുന്നു. ആ സമയത്ത് അവർക്കുണ്ടായ ഒരു ചെറിയ ഒരു തോട്ട്, മറ്റൊന്നിലേക്ക് തോന്നിയ ഒരു ആകർഷണം, അല്ലെങ്കിൽ ഒരു വശീകരണം എന്നൊക്കെ പറയാം. അങ്ങനെ സംഭവിച്ച് അവരുടെ ലൈഫിൽ അറിയാണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ഓൺ ചെയ്യുകയും അതോടുകൂടി നിങ്ങളുടെ ബന്ധം തകർന്നടിയുകയും ചെയ്തു. ഭയങ്കരമായ ഭയമാണിപ്പോൾ അവർക്ക്. നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീരാ നഷ്ടവും അവർക്ക് സംഭവിച്ചു പോയൊരു അബദ്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഭയമാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്നും അറിയാതെ അവർ പകച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. മാത്രവുമല്ല അവർക്ക് ആ ഒരു നിമിഷത്തിൽ പറ്റിപ്പോയ ഒരു ആകർഷണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വശീകരണം കൊണ്ടോ അവർ മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ ഏറ്റവും നല്ലതാണ്, എനിക്ക് അനുയോജ്യമായൊരു ബന്ധമാണ്, നല്ല ഒരു സ്കോപ്പാണ്, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല വിജയം, ഒരു സ്റ്റാറിനെ പോലെയൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ നല്ല ഉന്നതിയിലൊക്കെ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ കുറച്ച് സക്സസ് ആവുമെന്ന് ചിന്തിച്ചതിൻ്റെ പുറത്ത് അവരറിയാതെ ഒന്ന് മാറിപ്പോയതാണ്. പക്ഷേ അതൊന്നുമല്ല, ഭയങ്കര നിരാശയാണ് അവർക്ക് അവിടെ ലഭ്യമായത്. അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന ക്യൂൻ ഓഫ് സോഴ്സ് എന്നാണ്. കാരണം നല്ല ആജ്ഞാശക്തിയുള്ള, നല്ല പവർഫുള്ളായ, എന്തു കാര്യവും മുന്നിട്ട് ഇറങ്ങി നേരിടാൻ ശക്തിയുള്ള നല്ല ഒരു വ്യക്തിത്വമായിട്ടാണ്. അതിനിപ്പോൾ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യാൻ കഴിവുള്ള അത്രയും പവർഫുള്ളായ ഒരു വ്യക്തിത്വത്തെ ആയിട്ടാണ് ഇപ്പോഴവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് അതാണ്. അത്രയും അവർ ഭയങ്കര നിരാശയിലാണ് ഇപ്പോൾ. അവർക്ക് ഏറ്റവും വലിയൊരു നഷ്ടം സംഭവിച്ചു. അവർക്ക് ഇപ്പോഴും വേറെയും ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ മുമ്പിൽ പഴയ ഓപ്ഷൻ നിൽപ്പുണ്ട്. പഴയ ആൾ അവരെ വിട്ടു പോയിട്ടൊന്നുമില്ല. പഴയ ഓപ്ഷൻസ് അവരുടെ കൂടെ ഉണ്ടെങ്കിലും അവരതിലൊന്നും സംതൃപ്തരും അല്ല. അവർക്ക് അതിനോടൊന്നും ഒരു ആകർഷണവും ഇപ്പോൾ ഇല്ല. അവർക്ക് യാതൊരുവിധ അവരുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇപ്പോൾ ഇല്ല. അവരിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്, ഓടി മറയുന്ന ഒരവസ്ഥയിലാണ്. അവരുടെ ഉള്ളിൽ മുഴുവൻ ഇപ്പം നിങ്ങളാണ്. അവർക്ക് ഒരു ഡിപ്രഷൻ മൂഡാണ്. അവർക്ക് അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരിപ്പം നിൽക്കുന്നത്. രാത്രികാലങ്ങളിലൊക്കെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഉള്ളിൽ മുഴുവൻ നിങ്ങളുടെ ഭൂതകാലം, ആ പഴയ കാലത്തെ നിങ്ങളുടെ ഒരു പ്രണയം, അത് നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് അവർക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്രയും വലിയൊരു ചീറ്റിങ് അല്ലെങ്കിൽ അത്രയും വലിയൊരു വഞ്ചന ചെയ്തു. അത്രയും അത്രയ്ക്ക് നല്ലൊരു വ്യക്തിത്വത്തെ, അത്രത്തോളം ബ്ലെസ്സിങ്സ് ഉള്ള ഒന്ന് കളഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും നല്ല ഒന്ന് എനിക്കിനി കിട്ടാനില്ല എന്ന് അവർ ചിന്തിക്കുകയാണ്. അതുകൂടാതെ അവർക്കിനി അത് തിരിച്ച് കിട്ടാൻ എന്ത് ചെയ്യണം, ഞാനിതെന്താണ് ഇനി അത് എനിക്ക് തിരിച്ചു പിടിക്കാനെന്ന് ഓർക്കുമ്പോഴും അവർക്ക് ഉറക്കം നഷ്ടപ്പെടുകയും ഡിപ്രഷൻ ആവുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് പോകുന്നത്. നിങ്ങളെക്കുറിച്ച് അവരെപ്പോഴും ചിന്തിക്കുന്നത് നല്ല തികഞ്ഞ ഒരു വ്യക്തിത്വത്തെയാണ് കേട്ടോ. പൂർണ്ണതയുള്ള, എല്ലാ രീതിയിലും അബണ്ടൻസോട് കൂടിയ, ഇനി ഇതിനപ്പുറത്തേക്കൊന്നില്ല. അറിവിലും ഭംഗിയിലും കഴിവിലും
സംസാരത്തിലും എല്ലാം നിങ്ങളെ കഴിഞ്ഞിനി ഒരു വ്യക്തിയെ അവർക്ക് കാണാനില്ല എന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം, എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവർ പല രീതിയിലും നിങ്ങളെ ആകർഷിക്കാനും നിങ്ങളിലേക്ക് വരുവാനും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരൊരു ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അത്രത്തോളം നല്ല ഔദാര്യവും സ്നേഹവും ക്ഷമയും എല്ലാം അബണ്ടൻസും കൂടിയ ഒരു പൂർണ്ണതയുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. അവർക്ക് ഇതിനപ്പുറത്തേക്ക് ഇനി വേറൊന്നും വേണ്ടായിരുന്നു എന്നും ഒക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളിലോട് ഭയങ്കര ആകർഷണമാണ് അവർക്കിപ്പം. എല്ലാ രീതിയും ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ടും അവർ അട്രാക്റ്റ് ചെയ്യണം. അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. അവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്ന്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ തന്നെയാണ് ഒന്നിക്കേണ്ടവരും. നിങ്ങളാണ്, അതായത് രണ്ട് മുഖങ്ങളാണ്. നിങ്ങൾ ഒരു ശരീരവും ഒരു മനസ്സും തന്നെയാണ്. ഇത് ഡിവൈനായിട്ട് നിങ്ങളെ കൂട്ടിച്ചേർത്തൊരു ബന്ധമാണ്. അത് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുമെന്നത് 100% ഉറപ്പാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ കൈകളാൽ പൂർത്തീകരിച്ച ഒരു ബന്ധമാണ് നിങ്ങളുടേത്. ആ ബന്ധം എന്തൊക്കെ വന്ന് നിങ്ങളെ അകറ്റിയാലും അത് ഒരിക്കലും പോകുകയില്ല. അത് നിങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ ഡിവൈൻ പോലും പറയുന്നത്. വീണ്ടും അതുപോലെ തന്നെ ഒരു സ്റ്റാറാണ് വന്നിരിക്കുന്നത്. അതായത് പുതിയ പ്രതീക്ഷ, അതുപോലെ പുതിയ സ്കോപ്പ്. നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഒരുപാട് പുതിയ കാര്യങ്ങൾ, അബണ്ടൻസുകൾ നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട്. പുതിയ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും വരുവാനുമുണ്ട്. യൂണിവേഴ്സിന് അത് പൂർത്തീകരിക്കാനുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നതും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുക, എത്രയും വേഗം നിങ്ങളോടൊന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. പറ്റിപ്പോയ ഒരു അബദ്ധം, അവർക്ക് പറ്റിയ ഒരു അബദ്ധം നമ്മൾ ക്ഷമിക്കുക. അവരുടെ ആ ഒരു ചെറിയ ഒരു നിമിഷത്തെ അവരുടെ കണ്ണുകൾ കെട്ടിപ്പോയപ്പം ഒരു നിമിഷം അവർക്ക് പറ്റിയൊരു തെറ്റ്, അതവർ ഏറ്റു പറയുകയാണെങ്കിൽ അത് ക്ഷമിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമാണ്, പൊറുക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ നമ്മളതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് പറയുന്നത്. അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾ അത്രയ്ക്ക് ഹൈ എനർജി ഉള്ള ഒരു വ്യക്തിത്വമാണ്. നിങ്ങളുടെ മുന്നിൽ അവർക്ക് വരാനും നിങ്ങളോട് വീണ്ടും കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ അവർക്ക് ശരിക്കും ഒരു ഉൾഭയമുണ്ട്, ഒരു കൺഫ്യൂഷനുണ്ട്. എന്ത് ചെയ്യണം എന്ന ഒരു കൺഫ്യൂഷനുണ്ട്. കാരണം അത്രത്തോളം പവർഫുള്ളായി നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മാനസികാവസ്ഥ അവരറിഞ്ഞില്ല. നിങ്ങൾ പുറമേ ഉള്ള ആ ഒരു സ്ട്രെങ്ത് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാൻ പറ്റുന്നില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അവർ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. അവരൊറ്റയ്ക്ക് നിന്ന് എല്ലാം നേരിടുകയാണ്. അവരോടൊപ്പം കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഹാപ്പിനെസ്സൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടത് ഫാമിലി തന്നെയാണ്. 10 of Cups തന്നെയാണ്. ആ ഒരു ഒത്തുചേരൽ, നിങ്ങളോട് ഒത്തുള്ള ആ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ പുനർസൃഷ്ടിക്കണം, അത് വീണ്ടും ആവർത്തിക്കണം ജീവിതത്തിൽ എന്ന് തന്നെയാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത്. അവർ ഭയങ്കരമായ നിരാശയിലാണ്. അവിടെ വന്നിരിക്കുന്നതും ഹാങ്ക്ഡ് മാനാണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട്. അവരിങ്ങനെ ഒറ്റപ്പെട്ട് ആലോചിക്കുകയാണ്. അതായത് 5 of Pentacles ആണ്. നഷ്ടം തന്നെയാണ്, ലോസാണ്. അവരെല്ലായിടത്തും അവഗണന അനുഭവിക്കുന്നുണ്ട്, മാറ്റി നിർത്തൽ അനുഭവിക്കുന്നുണ്ട്. അവർ ചെയ്ത കുറേ കാര്യങ്ങളുടെ ഇതാണ്. പക്ഷേ എന്നാലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നത് ഇനി അവരുടെ ലൈഫിൽ ഇതുപോലെ ഒന്ന് അവർക്കിനി ലഭ്യമാകുകയുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ അത്രത്തോളം നിങ്ങൾ പൂർണ്ണതയുള്ള ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അവർ നിങ്ങളിൽ ഇനി വേറെ ഒന്നും കാണാൻ പോലുമില്ല. നമുക്കതിനകത്ത് ഡിവൈൻ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഡിവൈൻ തന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സക്സസ് ആണ്. നിങ്ങളോട് സക്സസ് ആണ് ഡിവൈൻ പറയുന്നത്. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ
വിജയത്തിലേക്കുള്ള പാതയിലാണ്. നിങ്ങളിപ്പോൾ ശരിക്കും ഒരു വിജയത്തിലേക്കുള്ള പാതയിലാണ്. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ്. നിങ്ങളിനി ഒന്നുമില്ല, ഇനി നിങ്ങൾക്ക് വിജയമാണ്. ഈ റീഡിങ് കാണുന്നത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ വിജയമാണ്. ഇനി നിങ്ങൾ വിജയമാണ്. ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ നല്ല ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫിന് കടന്നു പോകാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പുറകോട്ട് ചിന്തിക്കുകയേ വേണ്ട. ഇപ്പം നിങ്ങൾ പലതും അനുഭവിച്ചവരാണ്. ആ സാഹചര്യങ്ങളൊന്നും നിങ്ങളിനി പുറകോട്ട് ചിന്തിക്കേണ്ട. വിജയകരമായ ജീവിതത്തെ നിങ്ങൾ സ്വപ്നം കാണുക. നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾക്കിനി പലതും വരാനുണ്ട്, അതിലൊക്കെ നന്ദിയുള്ളവരായിരിക്കുക. അതിനുവേണ്ടി നിരവധി കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പം നിങ്ങൾക്ക് ഈ നന്ദി എന്ന് പറയുന്ന ഒരു കാര്യം പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും നിങ്ങൾ അനുഭവിച്ച വേദനയെക്കുറിച്ചും ഒന്നും നിങ്ങളിനി ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്സിൽ നിങ്ങൾ എന്നും നന്ദിയുള്ളവരായിട്ട് മുന്നോട്ട് പോകുക. കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ഒന്നും നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കില്ലെന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് എന്ത് നേട്ടങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എന്ത് കാര്യം നേടിയെടുക്കാനും നമുക്ക് കഠിനാധ്വാനം ചെയ്യണം. അപ്പോൾ അതിലൊന്നും നമ്മൾ ക്ഷീണിക്കരുത്. കാരണം നമുക്കവിടെ ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഫസ്റ്റ് മാലാഖ നൽകുന്ന മെസ്സേജ്. രണ്ടാമത് മാലാഖ പറയുന്ന ഒരു വാണിംഗ് എന്ന് പറയുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ്. അതായത് സമാധാനപരമായി നിങ്ങൾ നിലകൊള്ളുക. നിങ്ങളുടെ ലൈഫിൽ വെല്ലുവിളികളെല്ലാം അവസാനിക്കുകയാണ്. ഇതിനകത്ത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വെല്ലുവിളികളെല്ലാം അവസാനിക്കാൻ പോകുന്നു. ഉടനെ തന്നെ നിങ്ങൾ യോജിപ്പിലേക്ക് മാറുകയും ചെയ്യും. ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടാകും. പക്ഷെ പലരിൽ നിന്നൊക്കെ നമ്മുടെ പേരൻസൊക്കെ പറയുമായിരിക്കും മതി അനുഭവിച്ചതൊക്കെ, ഇനി ആ ഒരു കാര്യം ഇനി കണ്ടിന്യൂ ചെയ്യണ്ട, ഇനി അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ നമ്മളോട് നമ്മുടെ പേരൻസ് പലരും വിയോജിപ്പ് കാണിച്ചാലും പിന്നീട് അവരെല്ലാം അനുകൂലമായി തന്നെ നമ്മളിലേക്ക് വരും. കുടുംബ ബന്ധത്തിലാണേലും പ്രണയബന്ധത്തിലാണേലും കലഹങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ ഈ ഒരു റീഡിങ് കേൾക്കുന്നവരുടെ എല്ലാവരുടെയും ആരെല്ലാം കേൾക്കുന്നുണ്ടോ അവരുടെ എല്ലാം പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. 100% ഞാൻ ഉറപ്പ് പറയുന്നു. തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അവരെ മനസ്സിലാക്കുക. അറിഞ്ഞില്ല, അവർക്ക് പറ്റിയൊരു അബദ്ധമാണ്. നമ്മുടെ ആദ്യത്തെ റീഡിങ്ങിൽ വന്നില്ലേ, അങ്ങനെ തന്നെ അവർക്ക് അബദ്ധം പറ്റിയതാണ്. അവർക്കറിയാതൊരു ആകർഷണം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ ചിലരെ വശീകരിക്കുക, അങ്ങനെ എന്തോ രീതിയിൽ പറ്റിപ്പോയതാണ്. അല്ലാണ്ട് അവരറിഞ്ഞല്ല, അത് ആർക്കും സംഭവിക്കാവുന്നതാണ്. അപ്പം നമ്മളതങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്കുക. എന്നിട്ട് സമാധാനം വരാൻ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ അനുവദിക്കുക. നമ്മളായിട്ടൊരു സമാധാനക്കേട് വരുത്തണ്ട എന്നാണ് ഇവിടെ നമ്മളോട് ഡിവൈൻ പറയുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് മൂന്നാമത്തെ മാലാഖ നമ്മളോട് പറയുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന്, അതായത് നിങ്ങൾ ചോദിച്ച കാര്യത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. കാലതാമസം വരുത്തുകയോ മടി കാണിക്കുകയോ ചെയ്യരുത്. അപ്പം നമ്മൾ ഇനിയും എടുക്കേണ്ട തീരുമാനത്തിൽ നിന്ന് പിന്മാറരുത്. നിങ്ങൾ തീരുമാനം എടുത്തോണമെന്നാണ് പറഞ്ഞേക്കണം മാലാഖ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത്രയും റീഡിങ് നമുക്ക് മനസ്സിലായി നമ്മളെക്കുറിച്ച്, നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്ന്. അപ്പോൾ ഇനി നിങ്ങൾ മടിച്ച് നിൽക്കരുത്, നിങ്ങൾ കാലതാമസം എടുക്കരുത്, നിങ്ങൾ മുൻപോട്ട് പൊയ്ക്കോളൂ എന്നാണ് നമ്മളോട് മാലാഖ പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു എനർജി ഗേറ്റാണ് തുറന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് അബണ്ടൻസ് ആണ്, എനർജിയാണ്. ഇനി നിങ്ങൾക്കൊരു തകർച്ചയില്ല. ഇതാരൊക്കെയാണോ റെസനേറ്റ് ആവുന്നത് അവർക്കൊന്നും ഇനി ഒരു തകർച്ചയില്ല. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. അത് നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ഓക്കെയാണ്. നിങ്ങൾക്കതൊക്കെ തോന്നിയാലും ഇല്ലെങ്കിലും സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാമെന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത്. അപ്പം നമ്മളൊരു ഒത്തുചേരലിൻ്റെ സമയമായി എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഒരു ബ്ലെസ്സിങ്സ്. ഇതിനകത്ത് ഇപ്പം നമുക്ക് റീഡിങ്ങിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ, നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒരു
എന്നാ ഹെൽപ്പ്, നിങ്ങളുടെയൊക്കെ ഒരു എന്നാ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം നിങ്ങളെ ഓർത്ത് വളരെയേറെ ദുഃഖത്തിലാണ്. അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകുവാനും സാധിക്കുവാൻ വേണ്ടി ഞാൻ ഒരുപാട് ഡിവൈനോട് പ്രെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത് ഒരുപാട് ഡിവൈൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഗോഡിൻ്റെ മുമ്പിൽ നല്ല പോലെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ മെസ്സേജുകളും എടുക്കുന്നത്. നിങ്ങൾ ഓരോ വ്യക്തികൾക്കും അതൊരു വഴികാട്ടി ആകണമെന്ന് 100% ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. നിങ്ങൾക്കത് വഴികാട്ടി ആവുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ റീഡിങ് ആർക്കൊക്കെയാണോ അനുകൂലമായി തോന്നിയത്, നിങ്ങളിൽ ആർക്കൊക്കെയാണോ ഇത് റെസണേറ്റ് ആയത്, അവരെന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഡിവൈൻ മെസ്സേജിനെ ഫോളോ ചെയ്യുക. നിങ്ങൾ അകന്നിരിക്കാതെ നിങ്ങളെ അതായത് യൂണിവേഴ്സായിട്ട് ഒന്നാക്കിയ വ്യക്തികളാണ്. ഇത് നിങ്ങൾ ഒന്നാവുക എന്നത് യൂണിവേഴ്സിൻ്റെ തന്നെ ആവശ്യമാണ്. അത് നിങ്ങൾ എത്ര ഇനി അകന്നിരുന്നാലും എന്തെല്ലാം സംഭവിച്ചാലും കാലചക്രം കറങ്ങി വരുമ്പം നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യുമെന്നത് 100% ഉറപ്പാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. നിങ്ങൾ ഒന്നിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക. പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപാടുണ്ടാകും, പക്ഷെ അതൊന്നും നമ്മളെക്കൊണ്ട് തള്ളിക്കളയേണ്ടതൊക്കെ തള്ളിക്കളയുക, ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കുക, പറഞ്ഞു തീർക്കേണ്ടതൊക്കെ പറഞ്ഞു തീർക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യജന്മത്തിൽ നമ്മൾക്കുണ്ടാകുന്ന